അതൊക്കെ വേണു നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, ഹിന്ദു വംശഹത്യ നടന്നു എന്ന് ലോകത്തിന് അറിയാം, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷേ എന്നിട്ടും അതിനെ ലഘൂകരിക്കാനുള്ള, അതിനെ ലാഘവത്തോടെ സമീപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ, ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ, അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ തന്നെയല്ലേ കാണേണ്ടത്? നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ, അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല. ഇനി അടുത്ത പടി എന്തായിരിക്കണം? അല്ല, ഇവിടെ നമ്പ്യാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബംഗ്ലാദേശിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർഭാഗമൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും ബംഗ്ലാദേശിൽ അത് തന്നെയാണ്. 71-ലും ധാക്ക സർവകലാശാലയിൽ നിന്നാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് ആവശ്യമായ സമരം ഒക്കെ എന്താ പറയുക പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പിന്നിൽ വ്യക്തമായും പാകിസ്ഥാന്റെ ചാരസംഘടന ISI ആണ്. ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയാണ്. ഞാൻ കുറച്ചു കാലം ഈ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ജോലി ചെയ്യാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ജേണലുകളൊക്കെ ധാരാളം വായിക്കാനും പഠിക്കാനും. കാരണം അവര് ഈ ഒരു വിഭാഗത്തെ, അവരുടെ സൈന്യത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തെ, ഈ ISIയെ ഇന്ത്യ വിരുദ്ധ പ്രചരണം, അതോടൊപ്പം തന്നെ ഈ ഭീകരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ക്യാമ്പുകൾ തുറക്കുക, അവരുടെ ലോഞ്ചിങ് പാഡിലൂടെ ഈ കാലാവസ്ഥ മോശമാകുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കടത്തിവിടുക, ഈ നിരന്തരമായ പ്രക്രിയകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബംഗ്ലാദേശിൽ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ഉണ്ടായിരുന്നിടത്തോളം ഒരു കാലം അവരുടെ ഒരു ഡയറക്റ്റായ ഇടപെടൽ അവർക്ക് സാധ്യമായിരുന്നില്ല. പക്ഷെ ആ ഗവൺമെന്റ് വീണു. ആ ഗവൺമെന്റ് വീണതോടുകൂടി, ഗവൺമെന്റ് വീഴാൻ തന്നെയുള്ള കാരണം ഈ ISIയുടെ കുൽസിത പ്രവർത്തനങ്ങളും ബംഗ്ലാദേശിൽ അവർക്ക് ആവശ്യമായ റിസോഴ്സുകളും ആളുകളെയൊക്കെ അവർ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സാമൂഹിക പ്രശ്നമോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി മാത്രമല്ല, ഇതിനകത്ത് പാകിസ്ഥാൻ സേനയുടെ, അവരുടെ ISIയുടെ വലിയ ഒരു പ്രവർത്തനം, അത് ഒരു ചാരസംഘടന എന്ന നിലയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുൽസിത പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ വല്ലാത്ത രീതിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഹുസൈൻ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്, അത് തന്നെയുമല്ല ഈ ഒരു അഭയാർത്ഥി പ്രശ്നത്തിന്റെ പേരിലോ അതല്ല മറ്റൊരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന അവരുടെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഒരു പേരിൽ പോംവഴിയല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്താനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിന് അമേരിക്കയുടെ ഒരു വലിയ ശ്രമം അതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ബംഗ്ലാദേശിന്റെ മേൽ വല്ലാതെ ഉണ്ടാവുകയും ഇന്ത്യ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ഇവിടെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക ഉപരോധം അടക്കം, വെള്ളം കൊടുക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത് പടിപടിയായി, അതായത് 1600 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനും ആയി കൂട്ടുചേർന്നുകൊണ്ട് ഒരു അതിർത്തിയിൽ കിടക്കുന്ന ഇന്ത്യയെ ദ്രോഹിക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചാൽ അത് ബംഗ്ലാദേശിന് വലിയ അപകടം ഉണ്ടാകും എന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞ് ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാത്രമേ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പരിധിവരെ പിന്മാറുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളും നമ്മളെ ഉത്കണ്ഠപ്പെടുത്തിയതാണ്. കാരണം അവിടെ വലിയ രീതിയിൽ വംശീയ ഹത്യയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളും നടക്കുന്നു എന്ന് അവർ തന്നെ ട്വീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവര് സന്ദർശിച്ച പത്രക്കാരോട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ആഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ തോത്, അളവ് അത് കുറഞ്ഞത്, അത് ആശ്വാസകരമാണ്. പക്ഷെ നമ്പ്യാർ ഇവിടെ പറഞ്ഞതുപോലെ ഈ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കേണ്ട മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് പടിപടിയായി അദ്ദേഹവും എന്താ പറഞ്ഞ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവക്കാരുടെ പക്കലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നുള്ളത് അത് നമ്മളെ കൂടുതലായി ഉത്കണ്ഠപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു വാർത്ത, അവിടെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു എന്നുള്ള
ഇന്ത്യ വളരെ സശ്രദ്ധം വീക്ഷിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം അവിടെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കണം. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടന്ന് ജനഹിതം എന്താണ് എന്ന രീതിയിൽ അവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എങ്കിൽ മാത്രമേ, അതല്ലാതെ ISI സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടെ ജീവിതം ദുസ്സഹമായി മാറും. അപ്പോ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ്, കാരണം ബംഗ്ലാദേശിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനും ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. അവര് ഈ ISIയുടെ കുൽസിത തന്ത്രങ്ങളിലോ അല്ലെങ്കിൽ ജമാഅത്തിന്റെ ഈ വിഭജന തന്ത്രങ്ങളിലൊന്നും പെടുന്ന ആളുകളല്ല. അപ്പോ അവിടെ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കാനും ആ തെരഞ്ഞെടുപ്പിലൂടെ ജനഹിതം പൂർണ്ണമായി പുറത്തു വരുന്ന ഒരു ഗവൺമെന്റ് വരാനും അത് ഇന്ത്യ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ദിവസങ്ങളായിരിക്കും വരും ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജയശങ്കർ അദ്ദേഹം ഒരു മാധ്യമത്തിന് നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞ സസൂക്ഷ്മം ഞങ്ങൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം, കാരണം അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു, ഉത്കണ്ഠപ്പെടുത്തുന്നതുമാണ്. എത്രയും പെട്ടെന്ന് അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ജനാധിപത്യ സർക്കാർ വരുമെന്നും കരുതേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണു, അവിടെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നമ്മുടെ യൂനിസിനെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അദ്ദേഹം ഒരു പാവയാണ്, പക്ഷേ എങ്കിലും ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രമാദിത്വം അവർക്കുണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല.